ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോക്കസിലാണ്. ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് നമുക്ക് നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം. ഹൈലി ഡിമിനിഷ്ഡ് ആണെന്ന് പറയാം. ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ലേ? വലിയ ഇമേജിനെ വിളിക്കുന്ന പേരാണ് എൻലാർജ്ഡ് ഇമേജ്. എൻ്റെ തല കീഴായിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? യെസ്, അവൻ എങ്ങനെയെങ്കിലും ഡൈവേർജ് ചെയ്താൽ പോരാ. ആ ഡൈവേർജ് ചെയ്യുന്നവൻ ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വേണം ഡൈവേർജ് ചെയ്യാൻ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 10ാം ക്ലാസ് ഫിസിക്സിനകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ടോപ്പിക്കാണ് ലെൻസസ് എന്ന് പറയുന്നത്. ലെൻസുകൾ ഓറിയന്റഡ് ആയ ഇമേജ് ഫോർമേഷൻസ് എത്ര തന്നെ വരച്ചു നോക്കിയാലും പല മക്കൾക്കും വളരെയധികം കൺഫ്യൂസിംഗ് ആണ്. സോ അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാതരം ലെൻസുകളെ പറ്റി കൃത്യമായിട്ട് അവയുടെ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു പുറമെ നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഇമേജ് ഫോർമേഷൻ നമ്മൾ ഈ വീഡിയോയിൽ സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ തുടങ്ങുക. നമുക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ലെൻസുകൾക്ക് വലിയ റോളുണ്ട്. അതായത് ക്യാമറകളിലാണെങ്കിലും ടെലിസ്കോപ്പിലും മൈക്രോസ്കോപ്പിലും ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടകളിലും എന്തുണ്ട്? ലെൻസുകളുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലെൻസുകളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇനി നമുക്ക് ഓരോ ലെൻസുകളുടെയും കൃത്യമായ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്താണെന്നും അവരുടെ പ്രോപ്പർട്ടീസ് എന്താണെന്നും നമുക്ക് നോക്കിയാലോ? ആദ്യം കോൺവെക്സ് ലെൻസിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോൺവെക്സ് ലെൻസ്. ഈ ലെൻസിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രത്യേകത എന്താണ് മക്കളെ? അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ മിഡിൽ പോർഷൻ അഥവാ മധ്യഭാഗത്തിന് തിക്നെസ് കൂടുതലാണ്, കനം കൂടുതലാണ്. പക്ഷെ അതിൻ്റെ എഡ്ജുകൾ നിങ്ങൾ നോക്കിക്കേടാ, എഡ്ജുകൾക്ക് കനം കുറവാണ്, അഥവാ അരികിന് കനം കുറവാണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പരീക്ഷകളിൽ പൊതുവെ ഇത് ചോദിക്കാറുമുണ്ട്. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, കോൺവെക്സ് ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ കൺവേർജിങ് ലെൻസ് എന്നാണ്. അഥവാ ലൈറ്റ് റേസിനെ സംയോജിപ്പിക്കുന്ന, കൺവേർജ് ചെയ്യിപ്പിക്കുന്ന ലെൻസ് എന്നാണ് നമ്മൾ ഇവന്മാരെ വിളിക്കാറുള്ളത്. അതിൻ്റെ കാരണം കൂടി നമുക്ക് നോക്കിയാലോ? അതിൻ്റെ കാരണത്തിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. സപ്പോസ് ഈ കാണുന്ന കോൺവെക്സ് ലെൻസിലോട്ട് ലൈറ്റ് റേസ് പാരലലി ആണ് വരുന്നതെങ്കിലോ, അതായത് ഈ കോൺവെക്സ് ലെൻസിലോട്ട് സമാന്തരമായാണ് പ്രകാശരശ്മികൾ വരുന്നതെങ്കിൽ ഇതിലൂടെ കടന്നു പോയതിനു ശേഷം റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ആ ലൈറ്റ് റേസ് എല്ലാം ഒരു കോമൺ പോയിന്റിലോട്ട് കൂട്ടിമുട്ടുന്നത് കാണുന്നില്ലേ? തീർച്ചയായും കാണുന്നുണ്ടാവും, റൈറ്റ്? സോ അതുകൊണ്ടാണ് ഇവനെ എന്ത് വിളിക്കുന്നത്? ഇവനെ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഇതെല്ലാം പരീക്ഷകളിൽ കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അതിൻ്റെ മിഡിൽ പോർഷൻ തിക്കറാണ്, എഡ്ജുകൾ തിന്നറാണ്. അതുപോലെ തന്നെ ഇവനെ വിളിക്കുന്ന പേര് കൺവേർജിങ് ലെൻസ് എന്ന് കൂടിയാണ്. സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ലെൻസിലോട്ട് കിടക്കാം. അടുത്ത ലെൻസിനെ വിളിക്കുന്ന പേര് കോൺകേവ് ലെൻസ് എന്നാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, കേവ് പോലെ അഥവാ ഒരു ഗുഹ പോലെ തന്നെ ഉൾവശം കുഴിഞ്ഞു നിൽക്കുന്ന ലെൻസ് അല്ലേ? യെസ്, അതുകൊണ്ട് തന്നെയാണ് ഇവനെ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവന്റെ സ്ട്രക്ചറലായ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കിയാലോ? ഇവന്റെ മിഡിൽ പോർഷൻ നോക്കടാ, ഇവന്റെ മധ്യഭാഗത്തിന് കനം കുറവാണ്, കട്ടി കുറവാണ്. പക്ഷെ ഇവന്റെ എഡ്ജുകൾ എങ്ങനെയാണ്? ഇവന്റെ അരിക് കട്ടി കൂടിയ ലെൻസാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഉണ്ട്. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവനെ വിളിക്കുന്ന പേര് തന്നെയാണ്. നമ്മുടെ കോൺവെക്സ് ലെൻസിനെ നമ്മൾ കൺവേർജിങ് ലെൻസ് എന്ന് വിളിച്ച പോലെ തന്നെ ഇവനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജിങ് ലെൻസ്. ഇവനെ വിളിക്കുന്ന പേരെന്താണ്? ഡൈവേർജിങ് ലെൻസ്. എന്തുകൊണ്ടായിരിക്കും ഇവനെ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം? അതിൻ്റെ കാരണം ഈ പറയുന്ന ലെൻസിലോട്ട് നമ്മൾ പാരലലി ലൈറ്റ് റേസിനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ, അതായത് ഈ ലെൻസിലോട്ട് സമാന്തരമായി പ്രകാശരശ്മികളെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും ഒരു പോയിന്റിലോട്ട് കൂട്ടിമുട്ടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇവൻ ആ ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നു, അകറ്റിവിടുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഒരിക്കലും കൂട്ടിമുട്ടിപ്പിക്കുന്നില്ല, ഇവൻ ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ എന്ത് വിളിക്കുന്നത്? ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. സോ രണ്ടു തരം ലെൻസുകളും അവരുടെ പ്രോപ്പർട്ടീസും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഈ പറയുന്ന ലെൻസുകൾ ഓറിയന്റഡ് ആയ ടേംസിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒപ്റ്റിക് സെന്ററിനെ കുറിച്ചാണ്, പ്രകാശിക കേന്ദ്രത്തിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാത്തിനും ഒരു സെന്റർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലെൻസിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒപ്റ്റിക് സെന്റർ എന്ന് പറയുക. ലെൻസിന്റെ മധ്യബിന്ദുവാണ് നമ്മുടെ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും അതിന്റെ സെന്റർ ഉണ്ട്, റൈറ്റ്? ഇതാണ് നമ്മുടെ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. സെറ്റ്. മക്കളെ, നമ്മുടെ അടുത്ത ടേമാണ് സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ലെൻസുകളുടെ സർഫേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? നമ്മുടെ കോൺവെക്സ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് പോലെയാണ്, കോൺകേവ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ അകത്തോട്ട് കുഴിഞ്ഞു നിൽക്കുന്നത് പോലെയാണ്. ഈ പറയുന്ന രണ്ട് ലെൻസുകളുടെയും റിഫ്രാക്റ്റിംഗ് സർഫേസ് എന്തിന്റെ ഭാഗമാണ്? സ്പിയറിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? യെസ്. സോ ആ സ്പിയറിന്റെ സെന്ററിനെയാണ് എന്ത് പറയുക? സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രതാ കേന്ദ്രം എന്ന് പറയുക. ലെൻസുകളുടെ സർഫേസ് ഭാഗമായിരിക്കുന്ന സ്പിയറിന്റെ സെന്റർ ആണ്
സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും 1 മാർക്കിന് പല പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ലെൻസുകളുടെ അടുത്ത ടേമാണ് ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം എന്ന് പറയുന്നത്. നമ്മുടെ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി ആക്സിസ് ആണ് ഒപ്റ്റിക് ആക്സിസ്. അതായത് നിങ്ങൾ ലെൻസ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം കാണാൻ സാധിക്കില്ല. അത് നമ്മുടെ ഇമേജ് ഫോർമേഷന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇമാജിനറി ആയ പ്യോർലി സാങ്കല്പികമായ ഒരു രേഖയാണ് ഈ പറയുന്ന ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. അത് കോൺകേവ് ലെൻസിലും കോൺവെക്സ് ലെൻസിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടന്നാലോ. അടുത്തതാണ് അപ്പേർച്ചർ എന്ന് പറയുക. അപ്പേർച്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ആ ഒരു ഏരിയനെയാണ് എന്ന് പറയുക അപ്പേർച്ചർ എന്ന് പറയുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ, കോൺവെക്സ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ആ കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക, അപ്പേർച്ചർ എന്ന് പറയുക. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 ടോപ്പിക്കുകൾ ഈ പറഞ്ഞവയേക്കാളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നവയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ് എന്താണ്, അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ലെൻസിലോട്ട് കിടക്കുന്നത് ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ്. കാണാൻ സാധിക്കുന്നില്ലേ, കോൺവെക്സ് ലെൻസ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിൻ്റെ സെൻറ്ററിലൂടെ അഥവാ ഒപ്റ്റിക് സെൻറ്ററിലൂടെ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോകുന്നതും എൻ്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫൈൻ. നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത് അഥവാ വസ്തു ഉള്ളത് അങ്ങ് അനന്തതയിലാണെന്ന് വിചാരിക്കുക, അങ്ങ് ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിക്കുക. സോ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ലൈറ്റ് റേസ് എല്ലാം എങ്ങനെയായിരിക്കും വരിക, പ്രകാശരശ്മികളെല്ലാം വരുന്നത് പാരലൽ ആയിട്ടായിരിക്കും, സമാന്തരമായിട്ടായിരിക്കും വരിക. നമ്മുടെ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്, കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കോൺവെക്സ് ലെൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്തായിരുന്നു? യെസ്, ഇറ്റ് ഈസ് കൺവേർജിംഗ് ലെൻസ് അഥവാ പ്രകാശരശ്മികളെ ഒരു പോയിന്റിലോട്ട് സംപ്രചിപ്പിക്കുന്ന ലെൻസാണ് ഈ കോൺവെക്സ് ലെൻസ്. അതിനാൽ തന്നെ ഈ പാരലലി വരുന്ന ലൈറ്റ് റേസ് എല്ലാം നമ്മുടെ ലെൻസിലൂടെ കടന്നു പോയതിനു ശേഷം ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ലേ? യെസ്, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുക. സോ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് എന്ത് പറയുക, ഫോക്കസ്. അവർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഉപയോഗിച്ചാണ്. യെസ്, ക്യാപിറ്റൽ എഫ് ഉപയോഗിച്ച് നമുക്ക് ഫോക്കസിനെ ഡിനോട്ട് ചെയ്യാം. ഇനി ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെ ഒരു ദൂരം കാണുന്നില്ലേ, ആ ദൂരം, യെസ്, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരത്തിനെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എന്നാണ് പറയുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എഫ് ആണ്. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സർ, 2 എഫും മാറിപ്പോവാറുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്കിത് മാറിപ്പോവാൻ പാടില്ല. ഫോക്കസിനെ ഉറപ്പായും ക്യാപിറ്റൽ എഫ് ഉപയോഗിച്ച് വേണം ഡിനോട്ട് ചെയ്യാൻ. ഫോക്കൽ ലെങ്ത്തിനെ നമ്മൾ സ്മോൾ എഫ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഫോക്കൽ ലെങ്ത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരമാണ്. സെറ്റ്. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസും ഫോക്കൽ ലെങ്ത്തും. ഇനി നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം, ദാറ്റ് ഈസ് കോൺകേവ് ലെൻസ്. എന്താണ് ഈ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് നമുക്ക് നോക്കിയാലോ? യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോൺകേവ് ലെൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ കോൺകേവ് ലെൻസിന്റെ മുന്നിലും ഒബ്ജക്റ്റ് ഉള്ളത് ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിക്കുക. വസ്തു അനന്തതയിലാണെങ്കിൽ ലൈറ്റ് റേസ് എല്ലാം എങ്ങനെയാണ് മക്കളെ പോവുക? ഉറപ്പായും പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ്. നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മുടെ എല്ലാ ലൈറ്റ് റേസും പോകുന്നത് കാണുന്നില്ലേ? യെസ്. ഇനി എന്താണ് സംഭവിക്കുക? ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമോ? ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. കാരണം ഇത് ഏതു ലെൻസാണ്? ഇത് നമ്മുടെ സ്വന്തം കോൺകേവ് ലെൻസ് ആണ്. അവൻ ഒരിക്കലും ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കില്ല, മറിച്ച് എന്താണ് ചെയ്യിപ്പിക്കുക? ഡൈവേർജ് ആണ് ചെയ്യിപ്പിക്കുക. അഥവാ ലൈറ്റ് റേസിനെ വിഭജിക്കുകയാണ് ചെയ്യുക, അകന്നു പോകുന്നു. കാര്യം മനസ്സിലായില്ലേ? അതിനാൽ തന്നെ ഈ പാരലലി വരുന്ന ലൈറ്റ് റേസ് എല്ലാം അതിലൂടെ കടന്നു പോയതിനു ശേഷം ഡൈവേർജ് ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? യെസ്, ഡൈവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോൺകേവ് ലെൻസിന് ഫോക്കസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. അങ്ങനെ അകന്നു പോകുന്ന ലൈറ്റ് റേസിനെ നിങ്ങളൊന്ന് നേരെ നോക്കിക്കേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് എല്ലാം ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സോ ആ ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോക്കസ് എന്ന് പറയുക. ഏതൊരു കേസിലാണ്? കോൺകേവ് ലെൻസിൽ ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കരുതപ്പെടുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ് എന്ന് പറയുക. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ ആ മെഷർമെന്റ് എടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കോൺകേവ് ലെൻസിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണ്? യെസ്, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ദൂരം തന്നെയാണ്. പക്ഷെ അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും, ഇടത്തോട്ടാണ് മെഷർ ചെയ്യപ്പെടുക എന്ന കാര്യം മനസ്സിലാക്കുക. കാരണം ഫോക്കസ് വരുന്ന ലെഫ്റ്റ് സൈഡ് ആണ്. സോ ദാറ്റ്സ് വൈ ഇവിടെ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യപ്പെടുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലോട്ട് തന്നെയാണ്. പക്ഷെ കോൺവെക്സ് ലെൻസ് പോലെയല്ല, ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ലെൻസിൻ്റെ പ്രധാനപ്പെട്ട ടേംസ്. എല്ലാ ടേംസും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സെറ്റ്. ഇനി അടുത്തത് ഏറ്റവും കോറായ ഇമേജ് ഫോർമേഷനിലോട്ട് കിടക്കാം.
ഇനിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഇമേജ് ഫോർമേഷനിലോട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത്. എത്ര തന്നെ പഠിച്ചാലും എത്ര തന്നെ വരച്ചു നോക്കിയാലും ഇതെൻ്റെ മക്കൾക്ക് കൺഫ്യൂസിങ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. സോ അത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പോവുകയാണ്. സോ ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രാംസിലോട്ട് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് ഫണ്ടമെന്റൽസും ബേസും നിങ്ങൾ സ്ട്രോങ് ആക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജുകളെ കുറിച്ചാണ്. നമുക്കറിയാം 2 തരം ഇമേജുകളാണുള്ളത്. ഏതൊക്കെയാണ്? റിയൽ ഇമേജും വെർച്വൽ ഇമേജും, യഥാർത്ഥ പ്രതിബിംബവും അതുപോലെ തന്നെ മിഥ്യാപ്രതിബിംബവും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന, സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്ന ഇമേജുകളെയാണെന്ന് പറയുക റിയൽ ഇമേജ് എന്ന് പറയുക. ഇവന്മാരൊക്കെ തലകീഴായിട്ടുള്ളവന്മാരായിരിക്കും, തല തിരിഞ്ഞവന്മാരായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തതാണ് വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കൊരിക്കലും ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല, സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത്തരം ഇമേജുകളാണ് മിഥ്യാപ്രതിബിംബങ്ങൾ അഥവാ വെർച്വൽ ഇമേജുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഈ വെർച്വൽ ഇമേജുകൾ എങ്ങനെയുള്ളവന്മാരായിരിക്കും? ഇവന്മാരെല്ലാവരും നിവർന്നവന്മാരായിരിക്കും, നിവർന്നു നിൽക്കുന്നവന്മാരായിരിക്കും. റിയൽ ഇമേജുകൾ തലകീഴായിട്ടുള്ളവന്മാരും വെർച്വൽ ഇമേജുകൾ നിവർന്നവന്മാരുമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തത്, നമുക്ക് ഓരോ ലെൻസിന്റെ ആയിട്ട് ഇമേജ് ഫോർമേഷനിലൂടെ കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണത്തിലോട്ടാണ് കടക്കാൻ പോകുന്നത്. നേരിട്ട് കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ്, കേസുകളിലോട്ട് കടക്കുന്നതിന് മുമ്പ് 3 ഫണ്ടമെന്റൽസ് നിങ്ങൾ സ്ട്രോങ് ആക്കിയിരിക്കണം. അതിനു മുൻപായിട്ട് നമ്മുടെ കോൺവെക്സ് ലെൻസിൽ ഒപ്റ്റിക് ആക്സിസിന് പുറമെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഫോക്കസ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഫോക്കസ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു വശത്ത് മാത്രം ഫോക്കസ് മാർക്ക് ചെയ്താൽ പോരാ, 2 സൈഡിലും നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യണം? ഫോക്കസ് മാർക്ക് ചെയ്യണം. ഫോക്കസ് മാത്രമല്ല, 2F കൂടി ഇനിയുള്ള ഇമേജ് ഫോർമേഷനിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ 2F എന്ന് പറഞ്ഞാൽ? മറ്റൊന്നുമല്ല, 2 ടൈംസ് ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടി ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക? 2F എന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ഇവിടെയൊക്കെ എഫ് നിങ്ങൾ എഴുതേണ്ടത് ഉറപ്പായും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെയാണ്. സോ എഫും 2Fും റെഡി അല്ലേ? ഇനി നമുക്ക് ഇമേജ് ഫോർമേഷന്റെ ബാക്കിയുള്ള ബേസിക്സിലോട്ട് കടന്നാലോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് റേ വരുന്നത് പാരലൽ ആണെങ്കിൽ അഥവാ സമാന്തരമായിട്ടാണ് വരുന്നതെങ്കിൽ അവൻ കടന്നു പോകുന്നത് ഏതിലൂടെയായിരിക്കും? യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ തന്നെ ഫോക്കസിലൂടെ തന്നെ ആയിരിക്കും. പാരലലി വന്നു കഴിഞ്ഞാൽ അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. അടുത്തത് സെക്കൻഡ് വണ്ണിലോട്ട് കടക്കുന്നു. അഥവാ സപ്പോസ് നമ്മുടെ പ്രകാശരശ്മി വരുന്നത്, ലൈറ്റ് റേ വരുന്നത് ഫോക്കസിലൂടെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? പാരലലി വന്നു കഴിഞ്ഞാൽ അവൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെയാണ്, നമുക്കറിയാം. സോ ഫോക്കസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവൻ എന്താണ് സംഭവിക്കുക? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് ദ ലൈറ്റ് റേ ഈസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്, ഇറ്റ് വിൽ മൂവ് പാരലൽ. അവൻ റിഫ്രാക്ഷന് ശേഷം എങ്ങനെയാണ് കടന്നു പോവുക? പാരലൽ ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? സമാന്തരമായിട്ടായിരിക്കും അവൻ പിന്നീട് കടന്നു പോവുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ കാര്യം. സപ്പോസ് നമ്മുടെ ലൈറ്റ് റേ വരുന്നത് ഒപ്റ്റിക് സെന്ററിലൂടെയാണെങ്കിലോ, പ്രകാശിക കേന്ദ്രത്തിലൂടെയാണെങ്കിലോ ലൈറ്റ് റേ വരുന്നത്, എങ്കിൽ അവൻ ഒരു മാറ്റവും സംഭവിക്കില്ല, അവന്റെ പാതയിൽ ഒരു വ്യതിയാനവും സംഭവിക്കില്ല. നമ്മൾ റിഫ്രാക്ഷൻ നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ നോർമലിലൂടെ കടന്നു പോകുമ്പോൾ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കില്ല എന്ന കാര്യം പഠിച്ചല്ലോ, തീർച്ചയായും പഠിച്ചിട്ടുണ്ടാവും. സോ അതുപോലെ തന്നെയാണ് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ പാതയിൽ ഒരു മാറ്റവും സംഭവിക്കില്ല, ഒരു റിഫ്രാക്ഷനും സംഭവിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. സോ 3 കാര്യങ്ങളാണ് സെറ്റാക്കിയത്. പാരലലി വന്നു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോവും, ഫോക്കസിലൂടെ വന്നു കഴിഞ്ഞാൽ പാരലലി പോവും, അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മാറ്റവും അവന് സംഭവിക്കില്ല. ഈ 3 എണ്ണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വേണം. ഇനി നമുക്ക് ഡിഫറെന്റ് കേസുകളും അതിന്റെ പ്രോപ്പർട്ടീസിലോട്ടും കിടക്കാം. നമ്മൾ നമ്മുടെ ഇമേജ് ഫോർമേഷന്റെ ഒന്നാമത്തതിലോട്ട് കിടക്കുന്നു, ഫസ്റ്റ് കേസിലോട്ട് കിടക്കുന്നു. സോ ഈ ഫസ്റ്റ് കേസ് നിങ്ങൾ ഓൾറെഡി ഫോക്കസ് പഠിച്ചുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്, വസ്തു ഉള്ളത് അനന്തതയിലാണ്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ, വസ്തു അങ്ങ് അനന്തതയിലാണെങ്കിൽ ലൈറ്റ് റേസ് എല്ലാം എങ്ങനെയാണ് വരിക? പാരലൽ ടു ഒപ്റ്റിക്കൽ ആക്സിസ് ആണ് വരിക. പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് വരിക. കാണുന്നില്ലേ? യെസ്, എല്ലാ ലൈറ്റ് റേസും വരുന്നത് പാരലൽ ആയിട്ടാണ്. ഇതുപോലെ പാരലലി വന്ന ലൈറ്റ് റേസ് എവിടെയായിരിക്കും കൂട്ടിമുട്ടുക? യെസ്, അതും നമുക്കറിയാം, ഫോക്കസിലായിരിക്കും കൂട്ടിമുട്ടുക. സോ ഈ ലൈറ്റ് റേസ് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് ആ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുക. സോ ഇവയെല്ലാം കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. സോ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? ഉറപ്പായും ഫോക്കസിൽ തന്നെയാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുക. ആ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനൊരു എളുപ്പ വഴിയുണ്ട്.
നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് റൈറ്റ് സൈഡ് ആണെങ്കിൽ, വലതുഭാഗത്താണെങ്കിൽ അത് റിയൽ ഇമേജുകളായിരിക്കും എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. RR എന്ന കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റൈറ്റ് ആണെങ്കിൽ റിയൽ ആയിരിക്കും. സോ വലതുഭാഗത്ത് ഫോം ചെയ്ത ഇമേജുകളെല്ലാം യഥാർത്ഥ പ്രതിബിംബങ്ങളായിരിക്കും, റിയൽ ഇമേജുകളായിരിക്കും. ഒന്നാമത്തെ കാര്യം സെറ്റ് അല്ലേ? അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് കിടക്കാം. റിയൽ ഇമേജ് എങ്ങനെയുള്ളവന്മാരാണെന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. റിയൽ ഇമേജുകളെല്ലാം തല തിരിഞ്ഞവന്മാരായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന കാര്യം പഠിച്ചില്ലേ? തീർച്ചയായും അത് നമ്മൾ പഠിച്ചു. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും? അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, യഥാർത്ഥമാണ്, തലകീഴായിട്ടുള്ളതാണ്. അതും സെറ്റ് അല്ലേ? അടുത്ത കാര്യം, എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഫോക്കസിൽ തന്നെയാണ് പ്രതിബിംബ രൂപീകരണം നടന്നിട്ടുള്ളത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി, ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ ഇമേജിന്റെ വലുപ്പം നോക്കിക്കേ. വളരെ 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 ചെറുതല്ലേ ഇമേജ്? യെസ്, അതൊരു പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ്. സോ എങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം? ഇമേജ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമിനിഷ്ഡ് ആണെന്ന് പറയാം, വളരെ ചെറുതാണെന്ന് പറയാം. സോ ഇതാണ് ഫസ്റ്റ് കേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകളിലൊക്കെ 2 മാർക്കിന് വരയ്ക്കാൻ വേണ്ടി പറയും. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഉണ്ടാവുന്നത് ഫോക്കസിലാണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ ഹൈലി ഡിമിനിഷ്ഡുമാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കേസിലോട്ട് കിടക്കുന്നു. ഒബ്ജക്റ്റ് ഉള്ളത് 2Fന് പുറകിലാണ്. ഇപ്പം ഞാനാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? 2Fന് പുറകിലാണെന്ന് വിചാരിക്കുക. സോ എൻ്റെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുക എന്ന കാര്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ഒന്നാമത്തെ ലൈറ്റ് റേ എൻ്റെ തലയിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പാരലലി കടന്നു പോകും. സോ പാരലൽ ടു ഒപ്റ്റിക്കൽ ആക്സിസ് ആണെങ്കിൽ അത് പിന്നീട് റിഫ്രാക്ഷനേഷൻ പോകുന്നത് ഫോക്കസിലൂടെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. സോ ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ ലൈറ്റ് റേ എഗെയിൻ എൻ്റെ തലയിൽ നിന്ന് തുടങ്ങുന്ന ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മാറ്റവും ഡീവിയേഷനും ഉണ്ടാവില്ല എന്ന കാര്യം പഠിച്ചു. സോ അവൻ സ്ട്രെയിറ്റ് ആയി തന്നെ കടന്നുപോയി. രണ്ടും കൂടി എവിടെയാണ് മക്കളെ കൂട്ടിമുട്ടുന്നത്? രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് Fനും 2Fനും ഇടയിലാണ്. അത് റൈറ്റ് സൈഡ് കൂടിയാണ്. സോ റൈറ്റ് സൈഡ് ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജുകളെല്ലാം എങ്ങനെയുള്ളതാണ്? റിയലും ഇൻവേർട്ടഡുമാണ്. എൻ്റെ തല കീഴായിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? യെസ്. സോ റിയലും ഇൻവേർട്ടഡുമായ ഒരു ഇമേജ് Fനും 2Fനും ഇടയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇമേജിന്റെ വലുപ്പം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വലുപ്പത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന്റെ വലുപ്പം ചെറുതാണ്. ചെറിയ ഒരു തലകീഴായ ഇമേജല്ലേ കാണാൻ പറ്റുന്നത്? യെസ്. സോ അതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണെന്ന് പറയാം, ചെറിയ പ്രതിബിംബമാണെന്ന് പറയാം. സോ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. അതുണ്ടായിരിക്കുന്നത് Fനും 2Fനും ഇടയിലാണ്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ തേർഡ് കേസിലോട്ട് കിടക്കാം. മൂന്നാമത്തെ കേസിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? 2Fലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ 2Fലാവുമ്പോൾ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കിയാലോ? യെസ്, ഓൾറെഡി നമ്മൾ നോക്കിയ പോലെ തന്നെ ഒന്നാമത്തെ ലൈറ്റ് റേ പാരലൽ ടു ഒപ്റ്റിക്കൽ ആക്സിസ് പോയി, അത് ഫോക്കസിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. രണ്ടാമത്തെ ലൈറ്റ് റേ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് പോയിരിക്കുന്നത്, പ്രകാശ കേന്ദ്രത്തിലൂടെയാണ് പോയത്. ഇവർ രണ്ടുപേരും എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? റൈറ്റ് സൈഡ് നേരെ 2Fന് താഴെ തന്നെയല്ലേ കൂട്ടിമുട്ടുന്നത്? റൈറ്റ് സൈഡ് ആയതുകൊണ്ട്, വലതുവശമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇമേജ് എങ്ങനെയുള്ള ഇമേജ് ആണ്? അത് റിയലും ഇൻവേർട്ടഡുമാണ്, യഥാർത്ഥവും തലകീഴായതുമാണ്. നോക്കിക്കേടാ, തലകീഴായ റിയലായ ഒരു ഇമേജ് അവിടെ ഫോം ചെയ്തില്ലേ? ആ ഇമേജിന്റെ മറ്റുള്ള പ്രത്യേകത എന്താണ്? അതുണ്ടായിരിക്കുന്നത് 2Fലാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അടുത്ത പ്രത്യേകത വളരെ ക്രൂഷ്യലാണ്. അതുപോലെ തന്നെ ആ ഇമേജിന്റെ വലുപ്പം നോക്കിക്കേ, എൻ്റെ അതേ വലുപ്പം തന്നെയല്ലേ അവനുമുള്ളത്? യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുക. സോ 2Fൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, 2Fൽ തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പം തന്നെയാണ് ആ ഇമേജിനും ഉണ്ടാവുക. ദിസ് ഈസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മുടെ നാലാമത്തെ കേസിലോട്ട് കിടക്കുന്നു. ഞാനാണ് ഒബ്ജക്റ്റ് അഗെയിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് Fനും 2Fനും ഇടയിലാണ്. സോ എൻ്റെ ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കിയാലോ? സോ ഒന്നാമത്തെ ലൈറ്റ് റേ ഒരു മാറ്റവും ഇല്ലാത്ത പോലെ തന്നെ എല്ലാത്തിലും സെയിം പാറ്റേൺ തന്നെയാണ്. ഒന്നാമത്തെ ലൈറ്റ് റേ പാരലൽ ടു ഒപ്റ്റിക്കൽ ആക്സിസ് പോകുന്നു, അവൻ കടന്നു പോകുന്ന ഫോക്കസിലൂടെയാണ്. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്നു. ഈ രണ്ട് ലൈറ്റ് റേസും കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? റൈറ്റ് സൈഡ് തന്നെയാണ്, അതും 2Fന് പുറകിലാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? 2Fന് പുറകിൽ റൈറ്റ് സൈഡ് തന്നെയാണ് കൂട്ടിമുട്ടുന്നത്. സോ അവിടെയല്ലേ ഇമേജ് ഫോർമേഷൻ നടക്കുക? യെസ്, അവിടെ തന്നെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും മക്കളെ? ഇമേജ് ഒരു റിയൽ ഇമേജ് ആയിരിക്കും. യെസ്, അതൊരു റിയൽ ഇമേജ് ആണ്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. എൻ്റെ തലകീഴായ ഇമേജ് അല്ലേ കാണുന്നത്? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. വലുപ്പം എങ്ങനെയുണ്ട്? എന്നേക്കാളും വലിയ ഇമേജ് അല്ലേ? യെസ്, എന്നേക്കാളും വലുതാണ്. സോ അതൊരു എൻലാർജ്ഡ് ഇമേജ് ആണെന്ന് പറയാം. വലിയ ഇമേജിന് വിളിക്കുന്ന പേരാണ് എൻലാർജ്ഡ് ഇമേജ്. സോ റിയലും ഇൻവേർട്ടഡും 2Fന് പുറകിലുമുള്ള ഒരു എൻലാർജ്ഡ് ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സെറ്റ്. അടുത്ത കേസിലോട്ട് കിടക്കുന്നു. അഞ്ചാമത്തെ കേസ്.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോക്കസിലാണ്. ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് നമുക്ക് നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, ഫോക്കസിലൂടെ തന്നെ കടന്നുപോയി. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ, പ്രകാശക കേന്ദ്രത്തിലൂടെ പോയി. അവനും സ്ട്രെയിറ്റ് ആയി തന്നെയാണ് പോയത്. പക്ഷെ ഇവന്മാർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നില്ല. നിങ്ങൾ നോക്കിക്കേ, രണ്ടുപേരും പാരലൽ ആയിട്ടാണ് പോകുന്നത്. പാരലലി പോയി കഴിഞ്ഞാൽ കൂട്ടിമുട്ടോ? ഒരിക്കലും കൂട്ടിമുട്ടില്ല അല്ലേ? മാത്സിൽ അങ്ങനെയല്ലേ പഠിച്ചത്? പാരലൽ ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്നാണ് പഠിച്ചത്. പക്ഷെ നമുക്കിവിടെ ഇമേജ് ഫോം ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഈ രണ്ട് ലൈറ്റ് റേസും അങ്ങ് ഇൻഫിനിറ്റിയിൽ, അങ്ങ് അനന്തതയിൽ കൂട്ടിമുട്ടുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദേ വിൽ ഇന്റർസെക്ട് അറ്റ് ഇൻഫിനിറ്റി എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അസ്യൂം ചെയ്യുന്നു, നമ്മൾ സങ്കല്പിക്കുന്നു. റൈറ്റ്. സോ ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഉറപ്പായും അതുണ്ടാവുന്ന ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, അടുത്തത് അത് റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി അവൻ്റെ വലുപ്പം എങ്ങനെയുള്ളതാണ്? ഇൻഫിനിറ്റിയിൽ, അങ്ങ് അനന്തതയിൽ രൂപപ്പെടുന്നതിനാൽ തന്നെ അവൻ്റെ വലുപ്പം വളരെ 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 കൂടുതലാണ്. ഹൈലി എൻലാർജ്ഡ് എന്ന് പറയാൻ സാധിക്കും. വളരെ വലിയ ഇമേജ് ആണ് എവിടെ ഉണ്ടാവുക? അങ്ങ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുക. സോ ഫോക്കസിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് ഉണ്ടാവുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിലാണ്, ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. 2 മാർക്കിനാണ് എക്സാമിന് ചോദിക്കാറ്. നമ്മുടെ കോൺവെക്സ് ലെൻസിന്റെ ലാസ്റ്റ് കേസിലോട്ട് കിടക്കാൻ പോവുകയാണ്. പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു കേസ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഒപ്റ്റിക് സെന്ററിനും ഫോക്കസിനും ഇടയിലാണ്. സോ ഓൾറെഡി നമ്മൾ പഠിച്ച അതേപോലെ തന്നെയാണ് ഇമേജ് ഫോർമേഷന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, അവൻ ഫോക്കസിലൂടെ തന്നെയാണ് കടന്നുപോയത്. രണ്ടാമത്തെ ലൈറ്റ് റേ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നുപോയത്. 2 ലൈറ്റ് റേസും എങ്ങനെയാണ്? എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. രണ്ടും പാരലലാണോ? അതുമല്ല. അവ രണ്ടും ഡൈവേർജ് ചെയ്തിട്ടാണ് പോകുന്നത്, അകന്നിട്ടാണ് പോകുന്നത്. കൂട്ടിമുട്ടിയാൽ അവിടെ ഇമേജ് ഫോം ചെയ്യുന്നു എന്ന് പറയാം. പാരലൽ ആണെങ്കിൽ അങ്ങ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്തു എന്ന് പറയാം. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെ ഇമേജ് ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റും? യെസ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് നിങ്ങൾ ആ സൈഡിൽ നിന്നും നോക്കിക്കേ. ആ സൈഡിൽ നോക്കുന്ന സാഹചര്യത്തിൽ ഈ 2 ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റ് എന്ന് വരുന്ന പോലെയില്ലേ? യെസ്, ആ കോമൺ പോയിന്റ് എവിടെയാണ്? ഇവിടെയാണ് ആ കോമൺ പോയിന്റ്. ആ കോമൺ പോയിന്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെയില്ലേ 2 ലൈറ്റ് റേസും? യെസ്. സോ ആ കോമൺ പോയിന്റിലാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡാണ്, അഥവാ ഒബ്ജക്റ്റ് വെച്ച അതേ സൈഡാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. സോ ആ പോയിന്റിൽ ഒരു വെർച്വലും ഇറക്റ്റുമായ, കാരണം നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇമേജ് വെർച്വൽ ആണ്, മിഥ്യയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ വെർച്വലും ഇറക്റ്റുമായ വലിയൊരു ഇമേജ് കാണാൻ സാധിക്കുന്നില്ലേ? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. സോ അത് തന്നെയാണ് ഇമേജിന്റെ പ്രത്യേകത. ഇമേജ് ഒരു വെർച്വലും ഇറക്റ്റും അതുപോലെ തന്നെ എൻലാർജ്ഡുമായ ഇമേജ് ആയിരിക്കും. മിഥ്യയും നിവർന്നതും വലുതുമായ ഒരു പ്രതിബിംബം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഈസ് അവർ ഫൈനൽ ഇമേജ്. സോ ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ. ഇത് പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നതാണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മക്കളെ, നമ്മൾ നമ്മുടെ അടുത്ത ലെൻസിലോട്ട് കടക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് പോലെ തന്നെ 6 കേസുകളൊന്നും ഇവിടെ പഠിക്കാനില്ല. ആകെ ഒരൊറ്റ ഇമേജ് ഫോർമേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങൾ കുറച്ച് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. സോ കോൺകേവ് ലെൻസ് ഓറിയന്റഡ് ആയ ഫണ്ടമെന്റൽസിലോട്ട് കിടക്കുകയാണ്. സോ ഒന്നാമത്തെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലൈറ്റ് റേ വരുന്നത് എങ്ങനെയാണ്? പാരലൽ ടു ഒപ്റ്റിക്കൽ ആക്സിസ് ആണ്, അഥവാ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് നമ്മുടെ പ്രകാശരശ്മി വരുന്നത്. കോൺവെക്സ് ലെൻസിലാണെങ്കിൽ അത് ഫോക്കസിലൂടെ കടന്നു പോകുമെന്ന് പറയാം. പക്ഷെ കോൺകേവ് ലെൻസിൽ അങ്ങനെ ഫോക്കസിലൂടെ കടന്നു പോകുമോ? ഒരിക്കലും കടന്നു പോകില്ല. കാരണം ഇതൊരു ഡൈവേർജിങ് ലെൻസാണ്. ഇത് പ്രകാശരശ്മികളെ ഒരിക്കലും ഒരു പോയിന്റിലോട്ട് കൂട്ടിമുട്ടിപ്പിക്കില്ല. ഇവൻ അകറ്റി വിടുകയാണ് ചെയ്യുക. നിങ്ങൾ നോക്കിക്കേടാ മക്കളെ, ആ ലൈറ്റ് റേ കൺവേർജ് അല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? അവൻ ഡൈവേർജ് ചെയ്തു പോകുന്നു, അവൻ അകന്നു പോകുന്നു. പക്ഷെ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ഡൈവേർജ് ചെയ്ത് പോയാൽ പോരാ. ആ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേ കൃത്യമായിട്ട് നോക്കിക്കേ മക്കളെ, ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ വേണം അവൻ ഡൈവേർജ് ചെയ്ത് പോകാൻ. അവൻ എങ്ങനെയെങ്കിലും ഡൈവേർജ് ചെയ്താൽ പോരാ. ആ ഡൈവേർജ് ചെയ്യുന്നവൻ ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വേണം ഡൈവേർജ് ചെയ്യാൻ. ഇതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ വളരെ സിമ്പിൾ ആണ്. ലൈറ്റ് റേ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല. സ്ട്രൈറ്റ് ആയി തന്നെയാണ് കടന്നു പോവുക. കോൺവെക്സിലും ഇതുപോലെയാണ്, കോൺകേവിലും അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഒപ്റ്റിക് സെന്ററിലൂടെയാണെങ്കിൽ ഒരു ഡീവിയേഷനും ഇല്ലാതെ സ്ട്രൈറ്റ് ആയി തന്നെ അവൻ കടന്നു പോകും. തേർഡ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ. തേർഡ് വൺ നിങ്ങൾ ശ്രദ്ധിച്ചേ, ലൈറ്റ് റേ വരുന്നത് ഫോക്കസിലോട്ടാണ് വീഴുന്നത്. ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫോക്കസിലോട്ടാണ് വീഴുന്നത്. അപ്പോൾ ഫോക്കസിലോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കും പോവുക? പാരലലി വന്നു കഴിഞ്ഞാൽ ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ ഡൈവേർജ് ചെയ്ത് പോവും. സിമിലർ വേ ഫോക്കസിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ അവൻ പോകുന്നത് പാരലലി ആയിരിക്കും എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് 3 ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വേണം.
ഇനി നമുക്ക് എന്തിലോട്ട് കിടക്കാം? ഇമേജ് ഫോർമേഷനിലോട്ട് കിടക്കാം. ഒരൊറ്റ കേസാണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഒബ്ജക്റ്റ് ഇരിപ്പുള്ളത് ഇനീഷ്യൽ ആയതുകൊണ്ട് ഒബ്ജക്റ്റ് എഫിനും 2Fനും ഇടയിൽ വെച്ചിരിക്കുകയാണ്. സോ എവിടെയും നിങ്ങൾക്ക് ഒബ്ജക്റ്റ് വെക്കാം. ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിന് ഇവിടെ പ്രാധാന്യമില്ല. എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഇമേജിന് ഒരേ ഫീച്ചർ തന്നെയാണുള്ളത്. സോ ഇവിടെ ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് എഫിനും 2Fനും ഇടയിലാണ്. സോ ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, അവൻ ഡൈവേർജ് ചെയ്തിട്ടാണ് പോവുക. ആ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേ ഫോക്കസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡൈവേർജ് ചെയ്തിട്ട് പോയി. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. ഒരു ഡീവിയേഷനും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയി. ഈ രണ്ട് ലൈറ്റ് റേസും എങ്ങനെയുള്ളവന്മാരാണ്? രണ്ടും അകന്നു പോകുന്ന ലൈറ്റ് റേസ് അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? രണ്ടും അകന്നു പോകുന്ന ലൈറ്റ് റേസ് ആണ്. സോ ഈ അകന്നു പോകുന്ന ലൈറ്റ് റേസിനൊന്ന് പുറകോട്ട് വരച്ച് നോക്കിക്കടാ. രണ്ടും ഒരു കോമൺ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലേ? രണ്ടും ഒരു കോമൺ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. സോ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലാണ് എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. അത് ലെഫ്റ്റ് സൈഡാണ്, ഇടതുഭാഗത്താണ്. ഇടതുഭാഗത്താണെങ്കിൽ ആ ഇമേജിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? യെസ്, നമ്മൾ പഠിച്ചു. റൈറ്റ് സൈഡ് ആണെങ്കിൽ റിയൽ ഇമേജ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എങ്ങനെയുള്ള ഇമേജ് ആണ്? യെസ്, ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. സോ ഒരു മിഥ്യയും നിവർന്നതും ചെറുതുമായ ഒരു പ്രതിബിംബം അവിടെ ഉണ്ടാവുമെന്ന് കാണുന്നില്ലേ? കാണുന്നുണ്ടാവും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ഇമേജ് ഇതുപോലെ എഫിനും ഒയ്ക്കും ഇടയിൽ വെർച്വലും ഇറക്റ്റും ഡിമിനിഷ്ഡുമായ ചെറുതുമായ ഒരു ഇമേജാണ് നമുക്കുണ്ടാവുക. ഇത് പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ എല്ലാ ലെൻസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ലെൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ടേംസും ഇമേജ് ഫോർമേഷൻസും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായും താഴെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കാണ് ഈ ലെവലിൽ വേണ്ടത് എന്ന കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുക. ഓണപ്പരീക്ഷ നമുക്ക് ഉഷാറാക്കാം. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.